തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 13 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 18 1 മുതൽ 10 വരെയും, ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം 2 മുതൽ 24 വരെയും, എഫെസ്യർ ലേഖനം 3 അധ്യായം 1 മുതൽ 13 വരെയും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1 അധ്യായം 57 മുതൽ 66 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. സ്നാപകന്റെ ജനനത്തെക്കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മോട് പറയാം. സ്നാപകൻ ഭൂമിയിൽ ജനിക്കുന്നു ക്രിസ്തുവിന് മുന്നോടിയായി. സ്നാപകന്റെ ജനനം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ് എന്ന നിലയ്ക്ക് പരിഗണിക്കുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ഈ ലോകത്ത് അനുഭവപ്പെടുത്താനായി അയക്കപ്പെട്ടവരാണ് എന്നതുകൂടി കൂട്ടി വായിക്കണം. സ്നാപകൻ ജനിക്കുമ്പോൾ സക്കറിയ മൂകനാണ്. പരിച്ഛേദനത്തിൻ്റെ സമയം വരുമ്പോൾ അവന് പേര് നൽകാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. അവൻ്റെ അമ്മ പറയുന്നു, എലിസബത്ത് പറയുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവരുടെ ബന്ധുക്കളിൽ ആർക്കും അങ്ങനെ ഒരു പേരില്ല. സാമാന്യഗതിയിൽ പൂർവികരുടെ പേരാണല്ലോ തുടർച്ചയായിട്ട് ഇട്ട് പോരുക, പേരില്ല. യോഹന്നാൻ എന്ന പേര് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സക്കറിയായോട് അവർ ചോദിക്കുന്നു. സക്കറിയായ്ക്ക് സംസാരിക്കാൻ വയ്യ, കേൾക്കാൻ വയ്യ. സക്കറിയായോട് അവർ ഒരു എഴുത്തുപലക കൊണ്ടെന്ന് എഴുതി കാണിക്കാൻ പറയുന്നു. സക്കറിയ ആ എഴുത്തുപലകയിൽ എഴുതുന്നു, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ എഴുതുന്നതോടുകൂടി സക്കറിയായുടെ മൂകത മാറുന്നു. സക്കറിയ സംസാരിക്കാൻ തുടങ്ങുന്നു. സക്കറിയ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ജനിച്ച ഈ ശിശു ആരായിത്തീരുമെന്ന് എല്ലാവരും അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ലോകത്ത് അടയാളപ്പെടുത്താനായി ദൈവത്താൽ അയക്കപ്പെട്ട സ്നാപകൻ തികച്ചും ദൈവിക പ്രവൃത്തിയായിട്ടാണ് ഭൂമിയിൽ വരുന്നത്. അവൻ ഈ പറഞ്ഞ ബന്ധങ്ങൾക്കകത്തല്ല, അതിന് പുറത്തേക്കാണ് പ്രവേശിക്കുക. ഞാൻ നിങ്ങളൊക്കെ ആനുകാലിക ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ സാമാന്യതകളെ പെട്ടുപോകുന്നുണ്ട്. ഒരു ദൈവനിയോഗത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന കാര്യം സൗകര്യപൂർവ്വം മറക്കുകയോ അല്ലെങ്കിൽ അറിയാതിരിക്കുകയോ ചെയ്യുകയാണ് നമ്മൾ. ദൈവം എന്നെ അയച്ചിട്ടുള്ളത് ദൈവത്തെ വെളിപ്പെടുത്താനാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണെന്ന പരമമായ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുന്നു. ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച് യേശുവിനെ ചൂണ്ടിക്കാട്ടാൻ വന്ന ഒരുവനായിട്ടല്ല നമ്മളുള്ളത്. ഈ അവതരിപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ, അനുഭവപ്പെട്ട ക്രിസ്തുവിനെ, വിമോചകനായ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താനാണ്. പ്രതീകങ്ങളിൽ നിന്ന് സംഭവത്തിലേക്ക് വന്ന് സംഭവത്തിൽ നിന്ന് അടയാളത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരടയാളമാണ് ആനുകാലിക ലോകത്തിന്. നാം നമ്മുടെ ജീവിതം കൊണ്ട് അത് പ്രകാശിപ്പിക്കണം. എങ്ങനെയാണ് ക്രിസ്തുവിനെ നമ്മൾ പ്രകാശിപ്പിക്കുക? നിശ്ചയമായും ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാത്തവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് കുഞ്ഞ് ജനിക്കുന്നത് ഒരു വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ദൈവം പറഞ്ഞ വാക്കുകളാണ് അതിന് പുറകിലുള്ളത്. അബ്രഹാമിന് കുട്ടികളുണ്ടാകില്ല എന്ന് പറയുമ്പോൾ, ഭാര്യ പ്രായം കവിഞ്ഞവളായിരിക്കുമ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. ദൈവപുരുഷന്മാരുടെ വാക്കിൽ അവർ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം ഫലവത്തായി മാറുന്നു. മാത്രമല്ല, സാംസന്റെ ജനനത്തെ നമുക്ക് കാണാൻ പറ്റും. മനോവ എന്ന് പറയുന്നയാളുടെ ഭാര്യ വന്ധ്യയാണ്. അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല, പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ദൂതൻ പറയുന്നു. ആ വാക്കിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുക മൂലമാണ് ജീവിതത്തിൽ അവർക്ക് ഈ വെളിപ്പെടുത്തൽ നടത്താൻ, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ജീവിതമാക്കി മാറ്റാൻ കഴിയുന്നത്. അബ്രഹാം തൻ്റെ പുത്രൻ്റെ ജനനത്തോടെ ഈ ക്രിസ്തുവിന് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. ആനുകാലിക ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട വിശ്വാസം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കനുസൃതമായ ജീവിതം നയിച്ചുകൊണ്ടാണ്. സാംസന്റെ ജനനത്തിലൂടെ ദൈവികമായ ശക്തി വെളിപ്പെടുന്നുണ്ട്. അവൻ നാസിർ വൃതക്കാരനായിരിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. ആ വാക്കുകൾക്കനുസരിച്ച് അത്ഭുതകരമായ ശേഷിയോടെയാണ് സാംസൺ ജീവിക്കുക. ഇസഹാക്ക് വിശ്വാസത്തിൽ വളർന്നയാളായിട്ടാണ് ജീവിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് പകർന്നു കൊടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. ആ വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഉതകുന്ന വാഗ്ദാനങ്ങളിലുള്ള ഒരു വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഒരു വിശ്വാസം, പ്രവചനങ്ങളുടെ വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് വചനം എന്ന് നമ്മോട് പറയുക. ദൈവം പറയുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ജീവിത വഴിയിൽ നമുക്ക് വന്നുഭവിക്കുന്ന ഏറ്റവും വലിയ പരിമിതി അതാണ്. ദൈവം എന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില വയ്ക്കുന്നില്ല. ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. നിശ്ചയമായും അങ്ങനെ വിശ്വസിക്കാനിടയായാൽ സാധാരണത്വത്തിൽ നിന്ന് മാറി നമ്മളൊരു പൗലോസായിട്ട് മാറും.
നമ്മളൊക്കെ ഒരു സാവൂളിൻ്റെ രീതി ജീവിക്കുന്നവരാണ്. നമ്മളറിയുന്ന ആചാരങ്ങൾക്കൊക്കെ ബലം പിടിച്ച് ഇതിനകത്താണ് ദൈവമെന്ന് കാർക്കശ്യത്തോടെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് വിട്ട് പുറത്തേക്ക് കടന്ന് ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നിശ്ചയമായൊരു പൗലോസിലേക്കുള്ള വളർച്ച നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പൗലോസിന്റെ ഹൃദയത്തെ ഭരിക്കുന്നത്. ഒന്ന്, വെളിപാട് മൂലം തനിക്ക് ലഭിച്ച ഈ വാക്കുകളോടുള്ള വിശ്വാസം, ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്ന ബോധ്യം. രണ്ടാമത്, ദൈവകൃപ കൈകാര്യം ചെയ്യാനായിട്ട് എന്നെ അയച്ചിരിക്കുകയാണ് ദൈവമെന്ന പരിപൂർണമായ ഉറപ്പ്. ആ ഉറപ്പും ബോധ്യവുമാണ് വിശുദ്ധ പൗലോസിനെ ലോകം മുഴുവൻ സഞ്ചരിക്കാനിടയായ, എല്ലായിടത്തും സുവിശേഷം പറയാനിടയാക്കിയ ഒരാളാക്കി മാറ്റുന്നത്. ശ്ലൈഹികമായ പ്രവർത്തനത്തിലേക്ക് സ്ലീഹ നയിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഹൃദയത്തിനകത്ത് ഈ കേട്ട വെളിപാടുകളിലുള്ള ഉറപ്പും, രണ്ടാമത്തെ കാര്യം എന്നെ അയച്ചിട്ടുള്ള ദൈവകൃപ കൈകാര്യം ചെയ്യാനാണെന്ന ബോധ്യം. ആ ബോധ്യത്തിനനുസരിച്ചുള്ള ജീവിതമാണ് പൗലോസിൻ്റേത്. അതുകൊണ്ട് കൊല്ലാൻ നടന്ന ഒരാൾ മരിക്കാൻ നടക്കുന്ന ഒരാളായിട്ട് മാറുന്നു. പൗലോസ് പറയുന്നത് പൗലോസ്ലിയുടെ കാലത്ത് വെളിപ്പെട്ടതുപോലെ ഇത് ആർക്കും വെളിപ്പെട്ടിരുന്നില്ലെന്നാണ്. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് കുറേ കൂടി മുൻപോട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചതുപോലെ ഒരു ക്രിസ്തുവിനെ, ഒരു കൂട്ടായ്മയ്ക്കകത്ത്, ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ അനുഭവിച്ചതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞവരാരുണ്ട്? ഇപ്പോൾ പൗലോസ്ലിയൊക്കെ ഈ വെളിപാട് കേട്ടവരാണ്, അല്ലെങ്കിൽ വെളിപാടിൻ്റെ വഴിയിൽ നടന്നവരാണ്. അതിനു മുമ്പ് പ്രവചനമുണ്ടായിരുന്നു, പ്രതീകങ്ങളുണ്ടായിരുന്നു. നമ്മളാണെങ്കിലും അടയാളങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതം വഴി നമ്മൾ പ്രകാശിപ്പിക്കുന്ന ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അനുഭവമാണ് പകർന്നു കൊടുക്കേണ്ടത്. പൗലോസ് പറയുന്നുണ്ട്, ഏറ്റവും നിസ്സാരനായിരിക്കും ഇത് വെളിപാട് മുഖേന കിട്ടി. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു അധ്വാനവും പ്രവൃത്തിയില്ലാതെ ഒരു അറേബ്യൻ മരുഭൂമിയിലേക്ക് നമ്മൾ പോയിട്ടില്ല വെളിപാട് കിട്ടാൻ വേണ്ടി. നമ്മൾ സാധാരണ ജീവിതത്തിനകത്തായിരിക്കുമ്പോൾ ഈ ജീവിതം നമ്മോട് സംസാരിച്ചു, ജീവിത ചുറ്റുപാടുകൾ നമ്മോട് സംസാരിച്ചു. സഭയിലൂടെ നമുക്ക് ആത്മാവിനെ പകർന്നു കിട്ടി, വിശ്വാസത്തിൻ്റെ പൈതൃകം കിട്ടി, ഒരു ജീവിത സാഹചര്യം കിട്ടി. അങ്ങനെ ക്രിസ്തുവിനായിത്തീരാനും കൗതാശികമായ അനുഭവത്തിലേക്ക് വരാനും നമുക്കിടയായിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനെ അനുഭവം കിട്ടിയ നമ്മൾ ശ്ലീഹ പറഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതൽ ശക്തിയോടെ ക്രിസ്തുവചനത്തിന് സാക്ഷിയായി നിൽക്കേണ്ടതുണ്ട്. താൻ സഹിക്കുന്ന പീഡകളെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ശ്ലീഹ പറയും. നമ്മൾ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് ദുഃഖിക്കരുതെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിലുണ്ട്. വിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് അവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നൊരു ബോധ്യത്തോടെയാണ് ആനുകാലിക ലോകത്ത് നാം ജീവിക്കേണ്ടത്. ഇങ്ങനൊരു ബോധ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായ ആത്മബലം ആർജിക്കാൻ വേണ്ടിയാണ് സഭ കാലങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുക. മംഗളവാർത്തക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ഹൃദയൊരുക്കത്തോടെ സ്വീകരിക്കാനും ജീവിത വഴി പ്രകാശിപ്പിക്കാനും ആവശ്യമായ ആത്മബലത്തിന് വേണ്ടി തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവിക വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ കൂട്ടായ്മയ്ക്കകത്താണെന്ന ബോധ്യത്തിൽ ഉറച്ചുകൊണ്ടും നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും കൗതാശികമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ആ അനുഭവം മറ്റുള്ളവരിലേക്ക് ജീവിതം വഴി പകർന്നു കൊടുക്കാൻ അയക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ, ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നിരന്തരം നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.